ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ രൂത്തമ്മയാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരു നല്ലൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വരുന്നത്. കാരണം ഇത് കിച്ചണിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും, ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആണിത്. കാരണം ഇത് എല്ലാവരും ഒക്കെ ഉള്ളൊരു പരാതിയാണ്. മല്ലിയില വാങ്ങിയാൽ അധിക ദിവസം ഇരിക്കുന്നില്ല, വാടിപ്പോകുന്നു. അതുകൊണ്ട് കുറേ ദിവസത്തേക്ക് വാങ്ങാൻ പറ്റണില്ല. എപ്പോഴും കടയിൽ പോയി വാങ്ങാൻ പറ്റിയ സാധനമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇത് വാടാതെ എത്ര കാലം സൂക്ഷിക്കാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ ഈ മല്ലിയില ഞാൻ 2 ആഴ്ചയായ മല്ലിയിലയാണിത്. ഇത് വാങ്ങിയിട്ട് 2 ആഴ്ച ഞാൻ എടുത്തതിൻ്റെ ബാക്കിയാണിത്. ഇത് കണ്ടോ, ഇപ്പോഴും കിളുത്ത് വരുന്ന പോലെ പുതിയതായിട്ടിരിക്കുന്ന കണ്ടോ. ഇതുപോലെ നിങ്ങൾക്കും സൂക്ഷിക്കാനുള്ളൊരു ടിപ്പാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇത് വാങ്ങിയിട്ട് 5 ദിവസമായതാണ് ഈ മല്ലിയില. ഇത് കണ്ടോ ഇരിക്കുന്ന പുതിയത് പോയി ഇപ്പം കിളുത്ത് വന്ന പോലെയല്ലേ ഇരിക്കണേ. എത്ര ഫ്രഷായിട്ട് ഇരിക്കണേ നോക്കിയേ. ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ മല്ലിയില സൂക്ഷിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ മല്ലിയില വാങ്ങിക്കൊണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് കഴുകുകയൊന്നും ചെയ്യരുത്. കഴുകി കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളമായി കഴിഞ്ഞാൽ ഈ വെള്ളമയം ഇരുന്നാൽ ഇത് ചീഞ്ഞു പോകും, വാടിയും പോകും, അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് ഇത് അഥവാ മല്ലിയില കൊണ്ടുവന്നാലും അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കാറ്റത്ത് ഉണക്കുക. വെയിലത്തല്ല, കാറ്റത്ത് ഉണക്കുക. ഉണക്കിയതിന് ശേഷം ഇത് ഒരു ഉണങ്ങിയ പ്ലാസ്റ്റിക് കവറിൽ ഇടണം. ഇങ്ങനെ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ചുരുട്ടി എടുത്തിട്ട് എയർ കയറാത്ത രീതി ചുരുട്ടിയെടുത്ത്, ഇത് നമ്മളിത് കണ്ടോ ഫുഡൊക്കെ വാങ്ങിക്കുന്നൊരു ബോക്സാണ്. ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ കവർ വെച്ചിട്ട് ഇത് അടപ്പ് വെച്ചിട്ട് ഇത് അടച്ച് നന്നായിട്ട് എയർ കയറാതെ ഇത് സൂക്ഷിച്ച് വയ്ക്കാം ഫ്രിഡ്ജിൽ. എത്ര നാൾ വേണമെങ്കിലും നിങ്ങളിങ്ങനെ വെച്ചിരുന്നാൽ ഈ മല്ലിയില ഇങ്ങനെ തന്നെ ഇരിക്കും. നമുക്ക് എല്ലാ ദിവസവും കടയിൽ പോയി മല്ലിയില വാങ്ങാൻ പറ്റത്തില്ല, പക്ഷേ എല്ലാ ദിവസവും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അത്ര നന്നായിട്ടിരിക്കും മല്ലിയില. ഇത് കണ്ടോ, ഞാൻ 2 ആഴ്ചയായതാണ് ഇതിപ്പോൾ കണ്ടോ ഇരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് മല്ലിയില സൂക്ഷിക്കാൻ പറ്റും. ഇത് ഞാൻ പലരുടെയും വീടുകളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മല്ലിയില ചീത്തയിൽ പോയി എന്ന് പറയാം. പിന്നെ വേറൊരു ടിപ്പ് കൂടെ ഉണ്ട്. ഈ മല്ലിയില തന്നെ നമ്മൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞെടുക്കണം. വെള്ളമില്ലാതെ പൊതിഞ്ഞെടുത്തിട്ട് ഇതിനെ മടക്കി തെറുത്ത് ചുരുട്ടിയെടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഇത് അവിടെ ഇരുന്നങ്ങ് ഉണങ്ങുമ്പോഴത്തേക്ക് അത് എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ പൊടിക്കുക. അപ്പോൾ അതിൻ്റെ പച്ച നിറം നഷ്ടപ്പെട്ടു പോകത്തില്ല, മണം നഷ്ടപ്പെട്ടു പോകത്തില്ല. അപ്പോൾ അതിനെടുത്തിട്ട് പൊടിച്ചിട്ട് ഒരു അടപ്പുള്ള ടിന്നിലിട്ട് വെച്ച് മുറുക്കി അടച്ച് വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. അതാകുമ്പോൾ പൊടി ഇട്ട് കൊടുത്താൽ മതി മല്ലിയിലയുടെ. അപ്പോൾ അതും ഒരു ടിപ്പാണ്. ഇത് നിങ്ങൾ 2 ടിപ്പുകൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്ത് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം വരെ.